ചേട്ടാ, ചേട്ടൻ ആ അമ്മമ്മയെ കുറിച്ച് പറയുന്നതെല്ലാം ഞാൻ കേട്ടു. അമ്മമ്മയെ അടിച്ച് പഞ്ചറാക്കുന്നത് ഞാൻ കണ്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചോദിക്ക്, എനിക്കങ്ങ് പോണം. ചേട്ടൻ എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാലോ. ഓർമ്മയുണ്ടാവാതിരിക്കില്ല. ഒരു 2-3 ആഴ്ച മുന്നേ നടന്ന സംഭവമാ ഞാൻ പറയട്ടെ. ഓ എന്റെ ഈശ്വരാ, എന്തുഷ്ണമാണ്, വല്ലാത്ത ദാഹവും. സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വിറ്റ് തീർന്നതുകൊണ്ട് വീട്ടിലോട്ട് പോകാം. എന്നാലും ഈ വണ്ടിയും ഉന്തി പിടിച്ചോണ്ട് വീട്ടിലെത്തുമ്പോ തന്നെ ഒരവശ നിലയിലാവും. എന്നാലും വെയില് കൊണ്ടല്ലോ. അയ്യോ, നല്ലൊരു താറാവാണല്ലോ. റോഡിൽ ഇതെങ്ങനെ വന്നു? നല്ല തടിയപ്പൻ താറാവ്. കിട്ടിക്കഴിഞ്ഞ ഉച്ചക്കത്തെ ലഞ്ച് ഉഷാർ. മെല്ലെ എങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്കിയാലോ. മെല്ലെ എങ്ങനെയെങ്കിലും കയ്യിലാക്കിയാല് വണ്ടിയിൽ വെച്ച് വേഗം സ്ഥലം കാലിയാക്കാം. ഇന്നേ അടിപൊളി തന്നെയായിരിക്കും. ഉച്ചക്കത്തെ ഷാപ്പാട് ആലോചിച്ച് തന്നെ കൊതിയാവുന്നു. റോഡിലാണെങ്കിൽ ഒരു മനുഷ്യ കുഞ്ഞു പോലുമില്ല. അങ്ങോട്ട് നോക്കിയിട്ടും ആരുമില്ല, ഇങ്ങ് നോക്കിയിട്ടും ആരുമില്ല. മെല്ലെ ഇതിനെ പിടിച്ച് അങ്ങ് ചാക്കിലാക്കി കിട്ടിയാൽ കുശാലായി. ഇന്നത്തെ ലഞ്ച് സൂപ്പർ. മെല്ലെ മെല്ലെ പതുങ്ങി പതുങ്ങി പിടിക്കണം. അല്ലാതെ വേണ്ടി അവൾ എന്റെ കയ്യിൽ കുടുങ്ങില്ല. കുടുങ്ങി കഴിഞ്ഞാ പിന്നെ ഞാൻ നിന്നെ വീടില്ലേടി. ഇങ്ങോ ഹോ, നല്ല ഉഷീരുള്ള താറാവ് തന്നെ. എത്ര നേരമായി അതിന്റെ വേഗം നടക്കുന്നു. വല്ലവരും കാണുന്നതിന് മുന്നേ കയ്യിൽ കിട്ടിയാ മതിയായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ മെല്ലെ പോയി അതിന്റെ കഴുത്തിനൊരു പിടുത്തം പിടിക്കണം. എന്നാലേ കിട്ടത്തുള്ളൂ. കിട്ടിപ്പോൾ, താറാവ് കുട്ടന് കിട്ടിപ്പോൾ. അടിപൊളി, ഇന്നത്തെ ലഞ്ച് കുശാൽ. ആരും നോക്കുന്നില്ല. എന്റെ ഈശ്വരാ നന്ദി, എന്റെ ഈശ്വരാ നന്ദി. അടുത്ത പരിപാടി എന്താന്ന് വെച്ചാ നിന്റെ 2 കാലും കെട്ടണം. അല്ലെങ്കിൽ നീ വീണ്ടും പറന്നു പോയാ എനിക്ക് പണിയാകില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയിൽ വെച്ച് ഇങ്ങനെ നമുക്ക് വീട്ടിലോട്ട് പോകാം. പേടിക്കണ്ട കുഞ്ഞാ, നിന്നെ ഞാൻ ഒന്നും ഇപ്പൊ ചെയ്യില്ല. വീട്ടിലെത്തിയിട്ടേ നിന്നെ ഞാൻ സപ്പറാക്കൂ. അയ്യോ, എന്റെ ദൈവങ്ങളെ, എന്റെ താറാവ് കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. എത്ര കഷ്ടപ്പെട്ട് നോക്കിയതാ ഞാന്. അവിടെ എങ്ങുമില്ല. ഈ റോഡിലോട്ട് ഇറങ്ങി പോകുന്നത് നോക്കണമെന്ന് ഞാൻ അമ്മയോട് എപ്പോഴും പറയുന്നതാ. ചേട്ടാ, ചേട്ടാ നിക്കണേ. ഓ, ഇനിയിപ്പോ അതാരാണാവോ അടുത്ത കുരിശി? എന്തോന്നാ കൊച്ചേ? അവിടെ ഒന്ന് നിക്ക് ചേട്ടാ, ഒരു കാര്യം അന്വേഷിക്കാനാ. എന്റെ വീട്ടില് എന്റെ താറാവിനെ കാണുന്നില്ല. ചേട്ടൻ ഇവിടെ എങ്ങാനും കണ്ടായിരുന്നോ ചേട്ടാ? അത് ഇവരുടേതായിരുന്നോ? കണ്ടില്ലെന്ന് തന്നെ പറയാം. എന്നിട്ട് മെല്ലെ വണ്ടി എടുത്തോളാം. ഞാൻ കണ്ടിട്ടൊന്നുമില്ല നിന്റെ താറാവിനെ. ഞാൻ എങ്ങനെ കാണാനാ? ഞാൻ ഇപ്പൊ ഇങ്ങ് വന്നതേ ഉള്ളൂ. എന്റെ താറാവ് കുഞ്ഞിന്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. നിക്ക് ചേട്ടാ, ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, എന്റെ വീട്ടില് എന്റെ താറാവ് തന്നെയാണല്ലോ ഇത്. ഒന്ന് പോ കൊച്ചേ അവിടുന്ന്. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്ന സാധനമാ. അതും നിന്റെതോ? ഒന്ന് പോ. ഞാൻ എന്റെ വീട്ടിലോട്ട് പോട്ടെ. അല്ല ചേട്ടാ, ഇത് എന്റെ വീട്ടിലെ താറാവാ. ചേട്ടൻ എന്നെ നോക്കി. എന്നെ കണ്ടപ്പോഴേക്കും അതെന്റെ അടുത്തോട്ട് വന്ന് നിന്നത് കണ്ടോ ചേട്ടാ? എന്റെ താറാവിന് എനിക്ക് തരണം. ഞാൻ എപ്പോഴും നോക്കുന്ന എന്റെ കുഞ്ഞു താറാവാണിത്. ഞാനിത് ഈ ഉച്ച സമയത്ത് കുറച്ച് അരിയിട്ട് കൊടുത്ത് പുറത്തേക്ക് ഇറക്കിയതേ ഉള്ളൂ. പെട്ടെന്നാണ് ഇത് റോഡിലോട്ട് ഓടിക്കയറിയത്. ബേക്കിൽ വന്നപ്പോഴേക്കും കാണാനില്ലായിരുന്നു. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ താറാവാണ് കൊച്ചേ. അതെങ്ങനാ നിന്റെ താറാവാകില്ലേ?
വേണമെങ്കിൽ ദേ കഴിഞ്ഞ സ്റ്റോപ്പിലേക്ക് ഒന്ന് നടന്നു വാ. അവിടുത്തെ ഒരു ചേച്ചിയുടെ അടുത്തുനിന്ന് വാങ്ങിയ താറാവാണിത്. അത് ഞാൻ നിനക്ക് എന്തായാലും തരില്ല. എന്റെ പൈസ തന്നാലേ ഞാൻ തരൂ. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെയുള്ള നാട്ടുകാരെ അങ്ങ് വിളിക്കാം. അപ്പൊ റെഡിയാവും. അയ്യോ മോളെ, എനിക്ക് അതൊക്കെ ഇപ്പോഴാ ഓർമ്മയായത്. മോളിതൊന്നും ആരോടും പറയല്ലേ. ഞാൻ ആ താറാവിനെ അറിയാതെ എടുത്ത് പോയതല്ലേ മോളെ. സോറി. നിങ്ങൾ ചെയ്ത അത് തന്നെയല്ലേ ഈ പാവം അമ്മൂമ്മയും ചെയ്തത്. അമ്മൂമ്മയാണെങ്കിൽ വിശന്നിട്ട് 2 മുന്തിരിങ്ങ എടുത്തല്ലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളെ പോലെ താറാവിനെ കട്ടിട്ടൊന്നുമില്ലല്ലോ. എന്നിട്ടും എന്തിനാ ആ പാവത്തിനെ ഇങ്ങനെ ഉപദ്രവിച്ചേ? മോളെ മോളെ ആരോടും പറയല്ലേ. ചേട്ടനൊരു കയ്യബദ്ധം പറ്റിയതാണ് എന്റെ മോളെ. ഇപ്പൊ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ചേട്ടാ ക്ഷമിക്കുന്നേ. ഇങ്ങനെ എപ്പോഴും ഞാൻ ക്ഷമിക്കത്തില്ല.